ആലപ്പുഴയിലും തിരുവനന്തപുരത്തും തൃശൂരിലും രൂക്ഷമായ കടലാക്രമണം. ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്താണ് കടലാക്രമണം ഉണ്ടായത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, കടലാക്രമണത്തിൽ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? വിശദാംശങ്ങൾ. കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും പള്ളിത്തോട് അർത്തങ്കൽ ഭാഗങ്ങളിലൊക്കെ കടൽ വെള്ളം വീടുകളിലേക്ക് ഒഴുകി കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, പുറക്കാട്, അമ്പലപ്പുഴ പഞ്ചായത്തുകളുടെ തീരപ്രദേശങ്ങളിലും ശക്തമായിട്ടുള്ള കടലാക്രമണമുണ്ട്. കടലൊക്കെ തന്നെ കരയിലേക്ക് കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇതൊക്കെ തന്നെ വീടുകളിലേക്കും സമീപത്തെ വീടുകളിലേക്കും വെള്ളം കയറുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ പുറക്കാട് പഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് കടൽ ഉൾവലിയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. ഏതാണ്ട് 200-250 മീറ്ററോളം കടൽ ഉൾവലിഞ്ഞു പോയതായിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കഴിഞ്ഞ 2-3 ദിവസം മുൻപും സമാനമായ രീതിയിൽ കടൽ ഉൾവലിഞ്ഞിരുന്നു. ഏതാണ്ട് അന്ന് 500 മീറ്ററോളം ഉൾവലിഞ്ഞു ചെളിയൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മത്സ്യബന്ധന യാനങ്ങളൊക്കെ തന്നെ ഈ ചെളിയിൽ ഉറച്ചു പോവുകയും അത് പിന്നീട് മത്സ്യത്തൊഴിലാളികൾ നീക്കം ചെയ്യുകയുമായിരുന്നു. ഇന്ന് ഇപ്പോൾ ശക്തത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളൊക്കെ തന്നെ ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പക്ഷേ കേടുപാടുകളൊന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളില്ല. പക്ഷേ എങ്കിലും ഈ കടലാക്രമണത്തിൽ തീരപ്രദേശത്തെ വീടുകളിലേക്ക് ശക്തമായ രീതിയിൽ വെള്ളം അടിച്ചു കയറുന്നത് മൂലം ജനങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഈസ്റ്റർ അടക്കമുള്ള ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ കടൽ കാണാനും മറ്റും കിഴക്കൻ ജില്ലകളിൽ നിന്ന് എത്തുന്നവരെയൊക്കെ തന്നെ ടൂറിസം പോലീസും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും ചേർന്ന് കടലിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി മാറ്റി നിർത്തിയിരിക്കുന്നു. അവിടെ ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴയിലും തീരപ്രദേശത്ത് കടലാക്രമണം ഉണ്ടായി, എന്നാൽ കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഷാജഹാൻ നൽകുന്ന വിവരം.